വളരെ ആദരവോടുകൂടെ ചെയ്യുന്ന ഒന്നാണ് ഖസീദത്തു അഷ്റഫ്. അഷ്റഫ് എന്ന ഖസീദ കവിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഷ്റഫ് എത്തുമ്പോൾ നമ്മളൊക്കെ എഴുന്നേറ്റ് നിൽക്കാനുള്ള കാരണം എന്താ? അതിനെ മുമ്പും നബി തങ്ങളുടെ മതവും അതുപോലെ തന്നെ തങ്ങൾ ജനിച്ചതും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ ജനിച്ചു എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന സുന്നത്തുണ്ടെന്ന് ഇമാം സുബുക്കി തങ്ങൾ പറയുന്നു, ഇമാം ഹലബി തങ്ങൾ പറയുന്നു, ഇമാം ബർസഖി തങ്ങൾ ബർദന്തി തങ്ങൾ പറയുന്നു, ഇബ്നു ഖാസിം തങ്ങൾ പറയുന്നു. തങ്ങൾ ജനിച്ചു എന്ന് കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും. ഉദാഹരണം, വലദത്തിൽ ഹബീബ്, ആമിന ബീവി ഹബീബിന് ജന്മം നൽകി എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും. അത് സുന്നത്തായ കർമ്മമാണ്. അത് ഉലമാക്കളൊക്കെ ചെയ്തതാണ്. അത് വളരെ പുണ്യമുള്ളൊരു കാര്യം. പക്ഷെ അത് നമ്മുടെ നാട്ടിലും അത് ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. നമ്മുടെ നാട്ടിൽ റസൂലുള്ളാഹി ജനിച്ചു എന്ന പദം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറില്ല. അതൊരു വിശാലമായ ചിന്തയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ബഹുമാന സ്നേഹമാണ്. അതെങ്ങനെ? മക്കത്ത് അള്ളാഹുവിന്റെ റസൂൽ ആമിന ബീവിയിൽ ജന്മം സിദ്ധിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ദുനിയാവിലേക്ക് കൊണ്ട് വരുന്നു എന്ന ആ മനസ്സ് ഇങ്ങോട്ട് വരുമ്പോ, നബി ഇങ്ങോട്ട് വരികയാണെങ്കിൽ എഴുന്നേൽക്കാതിരിക്കുന്നത് മോശമല്ല, ഒരിക്കലും മോശമല്ലേ, ഉടനെ എഴുന്നേൽക്കുക. ഇതാണ് അതിന്റെ ആകത്തുക. പക്ഷെ അത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യാറില്ല. അത്രയും മനസ്സ് ആഴത്തിൽ നമുക്ക് ഇല്ല. അതാണ് അതിന് കാരണം. ഏതായിരുന്നാലും അഷ്റഫ് ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം അതിനുള്ള ഓരോ വരികളും സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി അവിടത്തോട് തുരുത്തി സങ്കടം പറയുന്ന വരികളാണ്. ആ വരികളായതുകൊണ്ട്, അത് നബിയെ നേരിട്ടുള്ള അഭിസംബോധനമായതുകൊണ്ട് അത് നിന്ന് ചെയ്യുക എന്നതിന് കാരണം അള്ളാഹുവിന്റെ റസൂൽ അത്തരം മജ്‌ലിസുകളിൽ ഹാജരാകുന്നതാണ്. എത്രയോ മൗലിദിന്റെ മജ്‌ലിസുകളിൽ അഷ്റഫിന്റെ ടൈമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസിൽ വെച്ച് കണ്ട ആളുകൾ നമ്മുടെ അറിവിലുണ്ട്, കിതാബുകളിലുമുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടായതുകൊണ്ട് ആ ഘട്ടത്തിൽ ഇരിക്കുന്നത് അതവുകേടായി പോകും എന്ന് വിചാരിച്ച് ഉസ്താദ്മാരെല്ലാവരും എഴുന്നേറ്റ് നിന്നു. എന്നിട്ടാണ് യാ നബി സലാം തുടങ്ങി. അതുകൊണ്ട് തന്നെ അഷ്റഫയുടെ ആശയം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് ചെല്ലുമ്പോൾ ആനന്ദവും ഭയവും മഹബത്തും ഒക്കെ ഉണ്ടാവുകയും അള്ളാഹുവിന്റെ റസൂലിനോട് അതിയായ മഹബത്ത്, അത് മാത്രമേ നമ്മെ രക്ഷപ്പെടുത്തുകയുള്ളൂ. നബി തങ്ങളുടെ മദ്ഹ് പറയുമ്പോൾ ആനന്ദം, അത് മാത്രമാണ് നമുക്ക് ആനന്ദിക്കാനുള്ളത്. വേറെന്താ? റസൂലുള്ളാഹിന്റെ മദ്ഹ് കേട്ട് ആനന്ദിക്കുക, ചെയ്ത് ആനന്ദിക്കുക, ഇത് വളരെ പുണ്യമുള്ള കർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലാൻ സ്വഹാബത്ത് ടൈം കണ്ടിരുന്നു. അമ്പിയാക്കളുടെ മദ്ഹ് ചൊല്ലാൻ ടൈം കണ്ടിരുന്നു. ഇമാം ദാരിമി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മദീന പള്ളിയിൽ സ്വഹാബത്ത് വട്ടമിട്ടിരുന്ന് അമ്പിയാക്കളുടെ മദ്ഹ് ചൊല്ലി എന്ന് ദാരിമി തന്റെ അവിടുത്തെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യും. ആ സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാസ്റ്റ് എത്തുകയും നബി തങ്ങളും മദ്ഹ് ചൊല്ലുകയും ചെയ്തു എന്നും കൂടെ ദാരിമിയുടെ റിപ്പോർട്ടിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ ഓതുന്ന മിമ്പറല്ലാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ചൊല്ലി കാണാനായി ഒരു മിമ്പർ ഉള്ളതായി ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ മുകളിൽ കയറി സ്വഹാബത്ത് പലരും, അബ്ദുല്ലാഹി ഇബ്നു റവാഹ അടങ്ങുന്ന സ്വഹാബികൾ, ഹസ്സാൻ ഇബ്നു സാബിത്ത് അടങ്ങുന്ന സ്വഹാബികൾ അതിന്റെ മുകളിൽ കയറി റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ചൊല്ലുന്ന സദസ്സിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പുറത്തിലൂടെ നടന്നു പോകുന്ന സ്വഹാബത്തിനെ വിളിച്ച് ഇരുത്തിയത് ഇമാം ബൈഹഖി അവിടുത്തെ സുനനുൽ കുബ്രയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. തുടങ്ങിയ അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹിന്റെ മജ്‌ലിസ് അതിനെ സംബന്ധിച്ച് വേണ്ട പോലെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിനോട് പ്രതിബദ്ധതയും അതിനോട് അതിയായ സ്നേഹവും എങ്ങനെയെങ്കിലൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന നിർബന്ധവും ഉണ്ടാവും.
അപ്പൊ മൗലിദിന് സാധാരണ പങ്കെടുക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് എവിടെങ്കിലുമൊക്കെ എത്തിയാൽ പെട്ടെന്ന് അപ്പൊ അങ്ങാടി പോകേണ്ടി വന്ന പ്രയാസമായിരിക്കും. അന്ന് മൗലിദ് നഷ്ടപ്പെട്ടു പോകും. ഇന്ന് മൗലിദിൽ കൂടാൻ കഴിയില്ല, അന്ന് ബേജാറുണ്ടാവും. എന്നാൽ എല്ലാവരും അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ അടുത്തറിയാത്തത് കൊണ്ടും അള്ളാഹുവിന്റെ റസൂലിന്റെ ഖസീദകളുമായി ബന്ധപ്പെടാത്തത് കൊണ്ടും പങ്കെടുത്തൊക്കെ പങ്കെടുത്ത് 12 വന്നങ്ങായി അല്ലെങ്കിൽ കേട്ടങ്ങായി ആ രൂപത്തിലുള്ള ഒരു അവസ്ഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചെല്ലുന്ന അശ്റഫ് ബൈത്തിന്റെ മായന അർത്ഥം നമുക്ക് ഇൻഷാ അല്ലാഹ് ഓരോ ദിവസം ഒരു വരി അർത്ഥം പറഞ്ഞ് നമുക്ക് നമ്മുടെ സദസ്സ് പിരിയാം. അങ്ങനെയല്ല ആരും ഉള്ളില്ല. ആ മൂല്യമാൻ പറഞ്ഞ കാര്യം നാടന്മാരോട് വൈകില്ലേ, അങ്ങനെയല്ലേ? അതിനല്ലാതെ എന്താ പറയാ? അങ്ങനെയല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനയുടെ സദസ്സ് അത് വളരെ പുണ്യമുള്ളതാണ്. അത് നമ്മുടെ ഒരു തമാശയാണ്. യാ നബി സലാം, നബിയെ തങ്ങൾക്ക് അള്ളാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ഞാൻ സലാം പറയുന്നു തങ്ങളെ. യാ റസൂൽ സലാം, റസൂലേ അള്ളാഹുവിന്റെ സലാം തങ്ങൾക്കുണ്ടാവട്ടെ. റസൂലേ സലാം അലൈക്കും എന്നാണ്. സലാം അലൈക്കും എന്ന് കളയപ്പെട്ടത്. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ്, ഹബീബായ നബിയെ തങ്ങൾക്ക് സലാം. ചിലവര് യാ നബീന്റെ അവിടെ തന്നെ തുടങ്ങുന്നുണ്ട്. യാ നബീബ്, യാ നബീബ് സലാം, യാ ഹബീബ് സലാം. ഈ ഹബീബിനോട് കമ്പി ഒപ്പിച്ചുകാണ്ട് നബീബ് നബീബ് എന്ന് ലഭിതങ്ങളെ പറയില്ല. നബി നബി എന്നാണ് തങ്ങൾക്ക് പറയുന്നത്, നബീബൻ. അപ്പൊ അതുകൊണ്ട് അവിടെ സൂക്ഷിക്കണം. യാ നബീ സലാം, യാ നബീബ്, യാ നബീബ് എന്നൊരു പദം അറബിയിൽ ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് നബിതങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നതും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ യാ നബീ സലാം, നബിയെ സലാം, യാ ഹബീബ്, യാ റസൂൽ സലാം, അല്ലാഹുവിന്റെ റസൂലായവരെ സലാം, യാ ഹബീബ് സലാം, എന്റെ ഹൃദയത്തിൽ സ്നേഹിക്കപ്പെട്ടവരെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബായവരെ സലാം. സ്വലവാത്തുല്ലാഹ്, അള്ളാഹുവിന്റെ സ്വലാത്ത് അലൈക്കും തങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. ഇതാണ് ഈ വരികൾ എല്ലാവർക്കും കാണാതെ അറിയും. എപ്പോ എങ്ങനെ ചെല്ലിയാലും അത് മുഴുവനും എല്ലാവർക്കും അറിയും. അതുകൊണ്ട് തന്നെ എന്റെ സഹോദരന്മാരെ, ആ വരികൾ ചെല്ലുമ്പോൾ 2 കൈയും മദീനയിലേക്ക്, മുത്തുതങ്ങളുടെ കുപ്പയിലേക്ക്, മുത്തുതങ്ങളുടെ കബറിലേക്ക്, മുത്തുതങ്ങളുടെ ഹദറത്തിലേക്ക് ആ 2 കൈയും ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. യാ നബി സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ മേൽ അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ എന്ന് പറയുന്ന കൂടെ മനസ്സകത്ത് എന്നെ ഒന്ന് നന്നാക്കി തരണം, എന്റെ ഹൃദയം ഒന്ന് ശുദ്ധിയാക്കി തരണം, എന്നെ അവിടുത്തെ ഉമ്മത്തിലെ ഒരു അബൂലുള്ള മെമ്പറാക്കി തരണം, എന്റെ ഹൃദയം ശുദ്ധിയാക്കണം തുടങ്ങിയ വേവലാദികൾ ആ ടൈമിൽ നമ്മുടെ മനസ്സിൽ കരുതിയാൽ അത് ഉപകരിക്കും. യാ നബി സലാം, യാ റസൂൽ സലാം, റസൂലായവരെ സലാം എന്ന് പറയുമ്പോഴും നമ്മുടെ നൊമ്പരങ്ങൾ അതിന്റെ കൂടെ മനസ്സിൽ കൊണ്ടുവന്നാൽ അത് വളരെ ഫലവത്തായിരിക്കും. യാ ഹബീബ് സലാം, അല്ലാഹുവിന്റെ ഹബീബായവരെ എന്നെ ഏറ്റെടുക്കണം, എന്നെ നന്നാക്കി തരണം, എന്റെ കടം വീട്ടി തരണം, എനിക്ക് അനുയോജ്യമായ ജോലി തരണം തുടങ്ങിയ ദുന്യവിയും ഉഖ്റവിയുമായ ഓരോ ആവശ്യങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് സലാം പറയാം. എന്നാൽ വളരെ സന്തോഷകരമായിരിക്കും, അതിന് ഉത്തരവുണ്ടാവും. നാവുകൊണ്ട് പറയേണ്ട നാവുകൊണ്ട് ഈ സലാം മതി. യാ ഹബീബ് സലാം, സ്വലവാത്തുല്ലാഹി അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും, അല്ലാഹുവിന്റെ സ്വലാത്തുകൾ എത്രയോ തങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. ഈ ഒരൊറ്റ വരി മതി അശ്റഫിൽ നിന്ന് നമുക്ക് ആ പാഠങ്ങൾ ഉൾക്കൊള്ളാനും നമ്മുടെ വിഷമങ്ങൾക്ക് പരിഹാരത്തിനും ഏറ്റവും പറ്റിയത് ആണ് ആ വരി. ആ വരികളിൽ ഓരോന്നിലും നമ്മുടെ വിലാപങ്ങളൊക്കെ നമുക്ക് റസൂലുള്ളാഹിന്റെ മുമ്പിൽ അവതരിപ്പിക്കാം. ഓരോരുത്തർക്കും മനസ്സിൽ എന്തെല്ലാം ഉണ്ട്, കുറെ പ്രശ്നങ്ങളില്ലേ. ഒന്നാമത് ഇത്ര കാലമായി മുസ്ലിമായി ജീവിച്ചിട്ട് ഇത്ര കാലമായിട്ടും നബിയെ ഒരു നോക്ക് കണ്ടില്ല, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തറിയാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവിടുത്തെ ഇഷ്ടം വെക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവിടുത്തെ മഹബത്ത് വെക്കാൻ കഴിഞ്ഞില്ല. സാധാ ഒരാളെ പറയും പോലെ മാത്രമേ എനിക്ക് മനസ്സിൽ വരുന്നുള്ളൂ. കുറേ അറിവുകളുണ്ട്. അതിൽ ഒന്നാണ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ആ മുഅദ്ദിൻ ചൊല്ലിയാൽ
അപ്പടി ചൊല്ലലും അതിൻ്റെ പുറമെ മർഹബൻ ബി ഹബീബി ഖുർറത്തി ഐനി മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് കള്ളവിരലിനെ ചുംബിച്ച് 2 കണ്ണിലും തടവുക. അങ്ങനെ ചെയ്താൽ കണ്ണിൻ്റെ രോഗങ്ങൾ ഉണ്ടാവുകയില്ല, കണ്ണിനുണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ടാവില്ല. ഊഞ്ഞാലാടാനാണെന്ന് പറഞ്ഞത് അവിടെ ഊഞ്ഞാലാണ്. അപ്പോ യാ നബി സലാം, യാ റസൂൽ സലാം, യാ ഹബീബ് സലാം, ഈ സലാം യാ നബി സലാം, നബി എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീ കൊടുത്തവർക്കാണ് നബി എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ സന്ദേശം നൽകിയവർക്കാണ്, ശരീഅത്തിന്റെ വിവരം കൊടുത്തവർക്കാണ് നബി എന്ന് പറയുന്നത്. 1,24,000 നബിമാർ വന്നിട്ടുണ്ട്. അവർക്കെല്ലാം അല്ലാഹു തആല ദീനിന്റെ ശരീഅത്തിന്റെ സന്ദേശം നൽകിയിട്ടുണ്ട്. അതാണ് നബി. അതിൽ നബിമാരുടെ കൂട്ടത്തിൽ നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അതാണ് യാ നബി സലാം, യാ റസൂൽ സലാം. റസൂൽ എന്ന് പറഞ്ഞാൽ നബിയല്ല, നബി അല്ല എന്ന് അല്ല, മറിച്ച് നബിയേക്കാൾ ഉയർന്ന സ്റ്റേജിലുള്ള ഒരു സ്റ്റേജാണ് റിസാല. ജനങ്ങളെല്ലാം മതത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി കൽപ്പിച്ച് അല്ലാഹു തആല ദീനിന്റെ സന്ദേശം നൽകിയവർക്കാണ് റസൂൽ എന്ന് പറയുന്നത്. ആ റസൂൽ എന്ന മർത്തബയും സ്ഥാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മറ്റു റസൂൽ മുർസലീങ്ങൾ 1,24,000 അമ്പിയാക്കൾ നബിമാരാണ്. അമ്പിയാക്കൾ ഉണ്ടെങ്കിൽ, നബിമാരായിട്ടുണ്ടെങ്കിൽ 313 മുർസലീങ്ങളായി. അഥവാ മറ്റുള്ളവരെ ദീനിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അയക്കപ്പെട്ടവർ 313 മാത്രമാണ്. അതിൽ നേതാവാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അത് ആ പേരാണ് റസൂൽ. യാ റസൂൽ സലാം അലൈക്കും. തങ്ങൾ അല്ലാഹുവിന്റെ റിസാലത്ത് നൽകപ്പെട്ട നബിയെ, തങ്ങളുടെ റിസാലയിൽ നിന്ന് എത്രയാണ് നമ്മൾ കേട്ടത്, എത്രയാണ് നമ്മൾ വാതിലായിട്ടും പ്രസംഗങ്ങളിലായിട്ടും മറ്റു പല വിധേനയും കേൾക്കാൻ കഴിയും. അതൊക്കെ നമ്മുടെ മനസ്സിലാ ടൈമിൽ വരണം. യാ റസൂൽ സലാം എന്ന് പറയുന്നു. ഇനി തങ്ങളുടെ റിസാല എത്രയോ എൻ്റെ അരികിൽ എത്തിയിട്ടുണ്ട്, പക്ഷേ ഞാൻ അതിനൊന്നും വേണ്ട പോലെ അതിന് ബഹുമാനം കണക്കാക്കിയില്ല, എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നെ ഒന്ന് നന്നാക്കി തരണം നബി. യാ റസൂൽ സലാം, യാ ഹബീബ് സലാം. അല്ലാഹുവിന്റെ ഹബീബായ നബിയെ. ഹബീബ് എന്ന് പറയുന്നത് അല്ലാഹു തആല നമുക്ക് കൊടുത്ത പേരാണ്. അതിന്റെ അർത്ഥം അല്ലാഹു സ്നേഹിച്ചവർ എന്നാണ്. അല്ലാഹു തആല സ്നേഹിച്ചവർ എന്നാണ്. നമ്മൾ സ്നേഹിച്ചാലും പറയുന്ന ഹബീബ് എന്ന് തന്നെയാണ്. പക്ഷെ ഇവിടെ ഹബീബുല്ലാഹി, അല്ലാഹുവിന്റെ ഹബീബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന ഹബീബുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെട്ടവർ എന്നാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹബീബ് എന്നതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഷയം ആഗ്രഹിച്ചാൽ അല്ലാഹു അപ്പടി ചെയ്തു കൊടുക്കുന്നതാണ്. ജീവിതകാലത്തും ശേഷവും അനുഭവം അതാണ്. എന്ത് വിഷയം വേണമെങ്കിലും അപ്പടി ചെയ്തു കൊടുക്കും. അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഓരോ അമാനുഷിക പ്രവർത്തനങ്ങൾ മുത്തുനബിയിൽ നിന്ന് പ്രകടമായപ്പോൾ അത് കണ്ട അബൂജഹൽ പലപ്പോഴും അതൊക്കെ ഇവിടെ നടക്കണല്ലേ, ആകാശ ലോകത്തുള്ള ആ ചന്ദ്രനെ 2 പിളർപ്പായി എനിക്ക് കാണിച്ചു തരാമോ? അല്ലാഹുവിനോട് പറഞ്ഞു. കൂട്ടനെ കൈവിരൽ ഇങ്ങനെ കാണിച്ചപ്പോൾ അത് 2ആയി പിളർന്നു. അപ്പൊ അല്ലാഹു എന്ത് മുത്തുനബി ആഗ്രഹിക്കുന്നോ അത് നൽകും, എന്ത് സംഗതിയായാലും നൽകും. അങ്ങനെ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ മുഴുവനും അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് അപ്പടി കാര്യങ്ങൾ അനുഭവിച്ചത് ഇഷ്ടംപോലെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. കിതാബുകളിൽ പറഞ്ഞതിന്റെ 100-1 ഈ സദസ്സിലൊന്നും നമ്മൾ പറയാറില്ല. അത്രയും പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത്, അല്ലാഹുവിന്റെ മഹബ്ബത്തിനെ സംബന്ധിച്ച്. അല്ലാഹുവിന്റെ റസൂൽ എന്ത് ആഗ്രഹിക്കുന്നു? അപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീലാണ്. അന ഖലീലുല്ലാഹി വ ഹബീബുഹു, ഞാൻ അല്ലാഹുവിന്റെ ഖലീലും ഹബീബുമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി
എന്താണ് ഖലീലും ഹബീബും തമ്മിലുള്ള വ്യത്യാസം? പല വ്യത്യാസങ്ങളുമുണ്ട്. ഒരു വ്യത്യാസം, ഹബീബ് ഖലീൽ എന്ന് പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ടതിന് മാത്രം ചെയ്യുന്ന ആള്, അതാണ് അള്ളാഹു താല ഇഷ്ടപ്പെട്ടത് മാത്രം ചെയ്യുന്നത്. അത് റസൂലുള്ളാഹി ഖലീലാണ്. ഹബീബ് എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടത് മാത്രമേ അള്ളാഹു ചെയ്യുകയുള്ളൂ എന്ന ആ അർത്ഥത്തിലാണ് ഹബീബ്. അതിനറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ വലനുവല്ലിയന്നക ഖിബ്ലതൻ തർവാഹാ വവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. അല്ലാഹു തആല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലായിരുന്ന 13 വർഷം, നുബുവത്ത് കിട്ടി 13 വർഷമാണ് മക്കയിൽ നബി തങ്ങൾ കൂടിയത്. ആ 13 വർഷക്കാലത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് നിസ്കാരം നിർബന്ധമായത് അതിന്റെ അവസാനത്തെ വർഷമാണ്. ആ നിസ്കാരം നിർബന്ധമായപ്പോൾ അവിടുത്തെ ഖിബ്ലയായി അല്ലാഹു തആല പ്രഖ്യാപിച്ചത് കഅബാലയമാണ്. ആ കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന നബി തങ്ങൾ പിന്നെ അവിടുന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ അല്ലാഹു പറഞ്ഞു, ഇന്നു മുതൽ നിങ്ങൾ മദീനയിൽ വന്ന ഉടനെയാണ്, മദീനയിൽ വന്നപ്പോൾ അങ്ങനെയല്ല, മദീനയിൽ വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞു, ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിയണം. കഅബാലയം ആദ്യമായി നിർമ്മിച്ചത് അല്ലാഹുവിന്റെ മലക്കുകളാണ്. അന്ന് മനുഷ്യനെ പടക്കപ്പെട്ടിട്ടില്ല. പിന്നീട് അത് ആദം നബി അലൈഹിസ്സലാം പുനർനിർമ്മാണം നടത്തി. പിന്നെ പല നബിമാരും പുനർനിർമ്മാണങ്ങൾ നടത്തി. പിന്നെ അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടിക്കാലത്ത് ഒരു നിർമ്മാണം നടന്നു. ആ നിർമ്മാണം പിന്നെ പുതുക്കി അതിന്റെ ഒരു ഭാഗം മാത്രം മാറ്റിപ്പണിതത് ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന ഭരണാധികാരിയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിലകൊള്ളുന്നത്. ആ കഅബാലയത്തിന്റെ നിർമ്മിച്ച ശേഷം എല്ലാവരും അങ്ങോട്ട് തിരിയണം. അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കല. കഅബയുടെ പ്രത്യേകത ഒന്നും ഇപ്പോൾ നമ്മൾ പറയുന്നില്ല. അങ്ങനെ ആ തിരിഞ്ഞ് നിസ്കരിക്കുന്നത് അത് റസൂലുള്ളാഹി അത് പലരാലും നിർമ്മിതമായതാണ് കഅബ. ആ മദീനയിൽ വന്നപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കയ്യാൽ നിർമ്മിക്കപ്പെട്ട ബൈത്തുൽ മഖ്ദിസ്, ആ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറഞ്ഞു. നബി എന്ത് ചെയ്യാനാണ്? നബിക്ക് ഏറ്റവും ഇഷ്ടം കഅബാലയമാണ്. ആ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞപ്പോൾ മുതൽക്ക് തന്നെ കഅബാലയത്തിലേക്ക് തിരിയാൻ പൂതിയുണ്ട്. അങ്ങനെ 18 മാസം കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് മദീനയിൽ നിന്ന് നിസ്കരിച്ചു. സഹീഹ് ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ നിസ്കരിച്ച് റസൂലുള്ളാഹിന്റെ മനസ്സിൽ കഅബാലയത്തിലേക്ക് തന്നെ തിരിയാൻ അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചെങ്കിൽ, കഅബാലയത്തിലേക്ക് തിരിയാൻ തന്നെ എന്നോട് അല്ലാഹു കൽപ്പിച്ചെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിച്ച് വാനലോകത്തേക്ക് ഇങ്ങനെ കണ്ണു തട്ടിയിരിക്കും. എപ്പോഴും ഇങ്ങനെ കഅബയിലേക്ക് തിരിയാനുള്ള വഹി വരുന്നുണ്ടോ എന്ന നിലയ്ക്ക് ഇങ്ങനെ ജിബ്രീലിനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തിരിക്കും. അങ്ങനെ പലപ്പോഴും തങ്ങളെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കഅബാലയത്തിലേക്ക് തിരിയാനാണ് താല്പര്യം. അതിന്റെ രഹസ്യങ്ങളൊക്കെ വിശാലമാണ്, അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതിനറാ നബിയെ നമ്മൾ കണ്ടിരിക്കുന്നു, തഖല്ലുബ വജ്ഹിക തങ്ങളുടെ മുഖം കടന്നു തിരിയുന്നതായിട്ട്, വ്യത്യസ്തമായി വാനലോകത്തേക്ക് ഇങ്ങനെ കണ്ണു നട്ടിരിക്കുന്നതായി നമ്മൾ കണ്ടിരിക്കുന്നു നബിയെ. വവല്ലി വജ്ഹക അതുകൊണ്ട് തങ്ങളുടെ മുഖത്തെ തങ്ങൾ തിരിക്കുക. വവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം അല്ലാഹു തആല പ്രത്യേകം ആദരിച്ചത് എന്നാണ് ഹറാം എന്ന് പറഞ്ഞാൽ. അല്ലാഹു തആല പ്രത്യേകം ആദരിച്ച ആ മുഹ്തറമായ മസ്ജിദുൽ ഹറാമിലേക്ക് തങ്ങളുടെ തങ്ങൾ നിസ്കാരത്തിൽ തിരിയുക നബിയെ. വല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഇങ്ങനെ അല്ലാഹു മുത്തുനബി എന്താണോ ഇഷ്ടപ്പെടുന്നത് അതിനെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുക, അത് മുഴുവനും ചെയ്തു കൊടുക്കുന്ന പ്രകൃതിയുള്ളവർക്കാണ് ഹബീബ് എന്ന് പറയുന്നത്. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മുഴുവൻ ചെയ്യുന്നവർക്കാണ് ഖലീൽ എന്ന് പറയുന്നത്. നബി തങ്ങൾ ഖലീലുമാണ്, ഹബീബുമാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നതേ മുത്തുനബി തങ്ങളെ ചെയ്യുകയുള്ളൂ. എന്നാലോ മുത്തുനബി ഇഷ്ടപ്പെട്ടതേ അള്ളാഹു ചെയ്യുകയുള്ളൂ. ഈ രൂപത്തിൽ ആ രണ്ടു പേരിന്റെയും ഉടമയാണ് നബീന റസൂലുള്ളാഹി. അതാണ് യാ ഹബീബ്, അള്ളാഹുവിന്റെ ഹബീബേ എന്ന് നമ്മൾ അവിടെ വിളിക്കുന്നതിന്റെ ഉള്ളിലുള്ള ഒരു രഹസ്യം. തങ്ങൾ അള്ളാഹുവിനോട് വല്ലതും എന്റെ കാര്യം പറഞ്ഞാൽ തള്ളൂലല്ലോ, ഒന്ന് പറയണം.
എന്നെ എങ്ങനെയെങ്കിലും എന്റെ കൈപിടിക്കാൻ വേണ്ടി പറയണം, എന്നെ രക്ഷപ്പെടുത്താൻ പറയണം എന്നൊക്കെ അത് വിളിക്കുന്ന ടൈമിൽ യാ ഹബീബ് സലാം എന്ന് പറയുന്ന ടൈമിൽ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. അതൊക്കെയാണ് നമ്മുടെ രക്ഷ സഹോദരങ്ങളെ. യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ്. സലാമാണ്, 3 സലാമാണ് ഒരൊറ്റ വരിയിൽ ചൊല്ലിയത്, 3 സലാം. പിന്നെ സ്വലവാത്തുല്ലാഹ്, അല്ലാഹുവിന്റെ സ്വലാത്തുകൾ അലൈക്കും തങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. 3 സലാമും ഒരു സ്വലാത്തുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരു അശ്റഫ് ചെല്ലുമ്പോൾ ഒരു ജവാബിനുമുണ്ട്. ഇത്ര വലിയ നേട്ടമാണ്. അതിന്റെ ഓരോ വരികളിലും യാ നബി സലാം എന്ന് പറയുമ്പോൾ, യാ റസൂൽ സലാം എന്ന് പറയുമ്പോൾ, യാ ഹബീബ് സലാം എന്ന് പറയുമ്പോൾ കൈ കാണിച്ച് എന്റെ വിഷമങ്ങൾ തീർത്തു തരണം, എന്നെ നന്നാക്കി തരണം, എന്റെ ഹൃദയം ശുദ്ധിയാക്കണം, എന്നെ അവിടുത്തെ ഒരു മെമ്പറാക്കണം. ഈ രൂപത്തിലുള്ള ഓരോ 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 എത്ര ആയിരക്കണക്കിന് വേവലാതികൾ നമുക്ക് പറയാനുണ്ട്. അതൊക്കെ ഓരോ വരികളും ചെല്ലുമ്പോഴും നമ്മളെ മനസ്സിൽ കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലുള്ള വിവരങ്ങൾ മുഴുവനും അറിയും. ഒരു ദിവസം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്താ? ലാ യഖ്ഫാ അലയ്യ ഖുശൂഉകും വലാ ഖുദൂഉകും. നിസ്കരിക്കാൻ നിന്നാൽ നിങ്ങളുടെ മനസ്സകത്തുള്ള ഭക്തിയും താഴ്മയും എനിക്ക് ഖഫിയല്ല, മറന്നതല്ല, ഞാൻ അതെല്ലാം അറിയുന്നതാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ വിചാരിച്ചാൽ മതി, അതിനെ വിധങ്ങൾ അറിയും. മനസ്സിലുള്ളത് അറിയാൻ ബഹുമാനപ്പെട്ട ജീലാനി പാപ്പാക്ക് വരെ അറിയും. ജീലാനി തങ്ങൾ പാപ്പ ഇപ്പൊ റസൂലുള്ളാഹിന്റെ പേരമക്കളിൽ കുറെ കാലം കഴിഞ്ഞുണ്ടായവരാണ്. ഏകദേശം 5-ാം നൂറ്റാണ്ട് 5 നൂറ്റാണ്ട് പിന്നിൽ ഉണ്ടായ അവിടുത്തെ ഒരു ഉമ്മത്തിലെ ഒരു മെമ്പറാണ് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ. അവിടുന്ന് പറഞ്ഞത് എന്താ? കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നോ. കുപ്പി അകത്തുള്ള വസ്തുവിനെ കാണുന്ന പോലെ നിങ്ങളുടെ കൽബറിയാൻ എനിക്ക് കഴിയും. നമ്മൾ ഇൻഷാ അല്ലാഹ് റബീഉൽ ആഖിറിൽ ജീലാനി പാപ്പാനെ പറ്റി പറയും. അപ്പൊ കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ മുസ്ലിംനബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു മെമ്പർക്ക് കഴിയുന്നുണ്ട്. എങ്ങനെയാണ് ആ മെമ്പർ അത് കണ്ടത്? എങ്ങനെയാണ് കണ്ടത്? മുത്തുനബി കൊത്തു ജീവിച്ച കാരണത്താൽ മാത്രം കണ്ടതാണ്. മുത്തുനബി കൊത്തു ജീവിക്കുന്ന വ്യക്തിക്കാണ് വലിയ എന്ന് പറയാം. മാ വദഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദമൻ ഫീ മൗദിഇൻ ഇല്ലാ വദഅതു ഖദമി ഫീഹി. അല്ലാഹുവിന്റെ റസൂൽ ഒരു കാല് എവിടെ വെച്ചോ അവിടെ എന്റെ കാല് വെച്ചിട്ടുണ്ട്. സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറഞ്ഞ വാക്കാണ്. അഥവാ നബി തങ്ങളുടെ അനുഗമിച്ച് എല്ലാത്തിനും ഒരു വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ നബി തങ്ങളെ അനുഗമിച്ച് ജീവിച്ചു. അതുകൊണ്ടാണ് വലിയായത്. അതുകൊണ്ടാണ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കണ്ടത്. അപ്പൊ നബിയെ സ്നേഹിച്ച്, നബിയെ ആദരിച്ച്, നബി തങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ അപ്പോൾ ജീവിതത്തിൽ പകർത്തിയത് കൊണ്ട് അല്ലാഹു തആല ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കണ്ടു. അപ്പൊ അകത്തുക നബി തങ്ങളെ ആദരിച്ച് ബഹുമാനിച്ച് നബി തങ്ങളെ അനുഗമിച്ചവർക്ക് വരെ ഹൃദയത്തിലെ വിവരം അറിയാൻ കഴിയും. ഹൃദയത്തിലെ വിവരം അറിയാൻ കഴിയും. മമ്പറം തങ്ങൾ പാപ്പ പിന്നെയും പിന്നിട്ട് ആളാണ്. പിന്നെ 10-ാം നൂറ്റാണ്ടിലേക്കൊക്കെ എത്തിവരും മമ്പറം തങ്ങൾ പാപ്പ. ജീലാനി തങ്ങളെക്കാൾ വളരെ ശേഷം വന്ന ആളാണ് മമ്പറം തങ്ങൾ. നമ്മുടെ നാട്ടിൽ വന്നിട്ട് തന്നെ 200 കൊല്ലത്തിന്റെ അടുത്തേ ആയിട്ടുള്ളൂ. 200 കൊല്ലേക്കണം ഇല്ല. അപ്പൊ 200 കൊല്ലം അത് വഫാത്തല്ലേ, ആണ്ടിന് മുമ്പ് ജീവിച്ചിരുന്നു പറഞ്ഞു. അപ്പൊ ഏതായിരുന്നാലും ലൂർദ് പാപ്പയ്ക്ക് അങ്ങനെ തന്നെ അവരൊക്കെ വന്നിട്ട് കുറച്ച് കാര്യമായിട്ടുള്ളൂ. മമ്പറം തങ്ങള് അവിടുത്തെ പള്ളിയിലെ ഇമാമിനെ തുടർന്നു നിസ്കരിച്ചു. നിസ്കാരത്തിന്റെ ഇടയിൽ അതിനോട് ദേഷ്യം കാണിച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്നു എന്ന് പറഞ്ഞിട്ട് കാർക്കിച്ച് തുപ്പിയിട്ടില്ല, കാർക്കിച്ചുകൊണ്ട് അവിടുന്ന് ഇറങ്ങിപ്പോന്നു. ആ ജമാഅത്തിൽ പങ്കെടുത്തില്ല. ഇമാമിങ്ങളെ ഹാലാതല്ല, ഞാൻ ഇമാമക്കാത്തതാണ്. എന്തൊക്കെയാ നമ്മളെ മനസ്സിൽ വരികയെന്ന് അറിയില്ലല്ലോ. നമ്മൾ ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്വം മുഴുവനും കൂടി ഏറ്റുമാണ്. അതുകൊണ്ട് ഉസ്താദുണ്ടോ നിൽക്കണ്ടെന്ന് പറയില്ല, നല്ലോണം ശ്രദ്ധിക്കണം. നമ്മളെ മനസ്സ് അള്ളാഹുവിൽ മാത്രം നിർത്താൻ വേണ്ടി പരിശ്രമിക്കണം. അപ്പോ മമ്പറത്തങ്ങൾ പാപ്പ അങ്ങനെ കാർപ്പിച്ചുകൊണ്ട് ആ സ്വപ്പിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. നിസ്കാരത്തിൽ നിസ്കരിക്കാൻ നിന്നില്ല. എന്തേ കാരണം?
അവിടുത്തെ വലിയ ഖാദിയാണ് ഇമാമ് നിൽക്കുന്നത്. വലിയ ഖാദിയായാലും ചെറിയ ഖാദിയായാലും ആ വലിയ ഖാദിയും പള്ളിയിലെ കാരണവന്മാർ നിസ്കാര ശേഷം തങ്ങളെ വീട്ടിലേക്ക് നടന്നു. തങ്ങളോട് ചോദിച്ചു, എന്തേ തങ്ങള് ഇങ്ങനെ ചെയ്തത്? ചൊക്കവർ പോലെ ഇമാം വാളക്കുളം ദേശത്തെ പാശദൂതുള്ള പശുവിനോ ദശതാഞ്ജലിത്തെ. എങ്ങനെയാ മാലയിൽ പറഞ്ഞു, ഒമ്പുറമാലയിൽ കാണാം. ചൊക്കവർ മഹാനവർകൾ കോലൈ അവിടുന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇമാം കാളിയരെ, നിങ്ങൾ വാളക്കുളം ദേശത്തെ, വാളക്കുളം എന്ന നാട്ടിലെ ദൂതുള്ള പശു, നല്ല പാലുള്ള ഒരു പശുവിനോട് ആശതാഞ്ജലിത്തെ ആഗ്രഹം ജനിച്ചുപോയി. ചൊക്കവർ പോലെ ഇമാം വാളക്കുളം ദേശത്തെ പാശദൂതുള്ള പശുവിനോ ആശതാഞ്ജലിത്തെ. എന്താ സംഭവം അറിയോ? ഭാര്യ പ്രസവിച്ചിട്ടുള്ള കാര്യം ബാബാന്റെ വീട്ടിൽ പാലിന് കുറെ ആവശ്യമാണ്. കുറെ കുട്ടികൾക്ക് പാല് കുടിക്കണം, മൂപ്പർക്കും കുടിക്കണം, ഭാര്യക്കും കുടിക്കണം. അപ്പൊ അത് പുറത്തുനിന്ന് കൊടുത്താൽ ഒക്കൂല. അപ്പൊ നല്ല പാലുള്ള ഒരു പശുവിനെ വാങ്ങണം. അതിന് ആ പശുവൊക്കെ വാങ്ങാനൊക്കെ കഴിയുന്ന ഒരു കച്ചവടക്കാരനുണ്ട്, ഒരു കുഞ്ഞാമത്. ഞാൻ പേര് നിന്റെ വകട്ടതാട്ടോ, നിങ്ങളത് കുഞ്ഞാമത് പ്രസംഗിക്കണ്ട. കുഞ്ഞാമത് ഒരാള് പറഞ്ഞതാ. അപ്പോ ആ കുഞ്ഞാമതി എന്ന് പറയുന്ന ആളെ കണ്ടിട്ട് അയാളോട് ഒരു പശുവിനെ, നല്ല പാലുള്ള ഒരു പശുവിനെ എനിക്ക് വേണമെന്ന് പറയണം. അങ്ങനെ ആ കുഞ്ഞാമതിനെ തെരഞ്ഞെടുത്ത് കണ്ടില്ല. അങ്ങനെ 2 ദിവസമായിരിക്കണം കുഞ്ഞാമതിനെ തെരഞ്ഞെടുക്കണം. ആ വെള്ളിയാഴ്ചയാണ് ജുമാക്ക് ഹുതുബക്ക് വേണ്ടി മൂപ്പര് കയറിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോ കുഞ്ഞാമത് മുന്നിലിരിക്കുന്നേ ജുമാക്ക് വന്നിട്ടുണ്ട്. അപ്പൊ മനസ്സിന് നല്ല സന്തോഷമായി. ജുമാ കഴിഞ്ഞേക്ക് കുഞ്ഞാമതിനോട് ഈ കാര്യം പറഞ്ഞിട്ട് ഒരു പശുവിനെ വാങ്ങണം. പക്ഷെ കുഞ്ഞാമത് സലാമത്തേക്ക് പോവോ? അതല്ല സലാം വീട്ടി ദ്വാ കഴിഞ്ഞിട്ടാണോ പോവുക? അതല്ല എന്താ ഉണ്ടാകുക? ഒന്നും അറിയില്ല. അതിങ്ങനെ മനസ്സിൽ കൂടി സ്കെച്ചുമ്പോൾ കുഞ്ഞാമത് പോവോ, പശു വേണ്ടി എന്നല്ല കുഞ്ഞാമത് പോവോ. അയാൾ പറഞ്ഞ കാര്യമില്ല, കാവികരെ പറഞ്ഞ കാര്യമില്ല. അങ്ങനെ സംഭവിച്ചു. അതാണ് ചൊക്കവർ പോലെ ഇമാം വാളക്കുളം ദേശത്തെ പാശദൂതുള്ള പശുവിനോട് ആശതാഞ്ജലിത്തെ. വാളക്കുളത്ത് നല്ലൊരു പശു ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പശു എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ നോക്കിയാൽ തീരുന്ന ഒരു പശുവിനാണ് നല്ല പശു എന്ന് പറയാം. അപ്പൊ ഒരു പക്ഷെ ചീത്ത പശുവായിരിക്കും. കച്ചവടക്കാർക്ക് പശുവിനെ നോക്കി കണ്ടെത്താൻ കഴിയും. അപ്പൊ വാളക്കുളത്ത് ഒരു പശുവിനെ പറയുന്നുണ്ട്. അതിന് പോയി നോക്കാൻ വേണ്ടി കുഞ്ഞാമിനോട് പറയാൻ, കുഞ്ഞാമത് പോവോ. ഈ ചിന്ത മനസ്സകത്ത് ഇങ്ങനെ നിസ്കരിച്ചാൽ നമുക്ക് തന്നെ. ഇതൊക്കെ ഇപ്പൊ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാളെ കൽവിലുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 100 കൊല്ലം ശേഷം വന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 200 കൊല്ലം ശേഷം വന്നവർ, തങ്ങളുടെ 1000 കൊല്ലം ശേഷം വന്നവരൊക്കെ കൽവിൽ അല്ലാഹു തആല കൊടുത്താണ് ഹൃദയത്തിലുള്ള ഉള്ളറിവ് കാണാനുള്ള കഴിവ്. അപ്പൊ നബിന്റെ കഴിവ് എത്രയായി? അവർക്കൊക്കെ ആ കഴിവ് കിട്ടിയത് നബിയെ പൂർണ്ണമായി അനുഗമിച്ചതുകൊണ്ടാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ യഖ്ഫാ അലയ്യ, ഞാൻ അങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത് എങ്കിലും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നാലും, ലാ യഖ്ഫാ അലയ്യ, എന്നെ തൊട്ട് മറഞ്ഞു പോവുകയില്ല. ഖുശൂഉക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹുവിനോട് ഭക്തിയുണ്ടോ എന്നത് എന്നെ തൊട്ട് മറഞ്ഞു പോവുകയില്ല. വലാ ഖുലൂഉക്കും, നിങ്ങളുടെ താഴ്മ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള താഴ്മ മറഞ്ഞു പോവുകയില്ല. എല്ലാം എനിക്കറിയും. ഇത് ഖിയാമത്ത് നാളെത്തും എന്ന് പറഞ്ഞാൽ ആ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മനുഷ്യന്മാരുടെയും, എല്ലാ ജിന്നുകളുടെയും, എല്ലാ സാധനത്തിന്റെയും മനസ്സകത്തുള്ള ആവശ്യങ്ങൾ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഏത് ജീവി റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നാലും എന്താണ് ആ ജീവിയുടെ ലക്ഷ്യം അറിയാൻ കഴിയും. ഒന്നും ഹഫിയാവുകയില്ല. ഖിയാമത്ത് നാൾ വരെയുള്ള ഉമ്മത്തിലെ മെമ്പർമാരുടെയും അല്ലാത്തവരുടെയും എല്ലാവരുടെയും മനസ്സകത്തുള്ളത് നബി തങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ ബയാൻ സലാം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ദുഃഖങ്ങൾ കൊണ്ടുവന്നാൽ അത് നബി തങ്ങൾ അറിയും. അറിഞ്ഞാൽ പലപ്പോഴായി പറയുമ്പോൾ അല്ല, ആദ്യത്തെ പറച്ചിലിൽ തന്നെ നബി തങ്ങൾ അതിലേക്ക് പരിഹാരം കാണാൻ സാധ്യതയുണ്ട്. അല്ലാഹു മുത്ത് റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം നൽകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ അല്ലാഹു തആല എത്തിച്ചു തരുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.